അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? Digital signature, right? Then what do you mean by digital signature? Anaka, Agil, Anjali, what do you mean by digital signature? So the digital signature എന്തിനാ യൂസ് ചെയ്യുന്നത്? It's an authentication mechanism, right? So purpose in that to ensure the identity of the sender and integrity of the message. So basic concept എന്തായിരുന്നു? Given മെസ്സേജിൻ്റെ ഒരു ഹാഷ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യും. Then that hash value is encrypted using sender's private key. Okay. Then both message and this encrypted value sent to the receiver. So in receiver side, the receiver first calculate the hash of the message. Then next decrypt this encrypted hash using sender's public key. Okay, then compare both result. If it is same, means that the digital signature is valid. That means the correct sender ആണ് മെസ്സേജ് സെൻഡ് ചെയ്തത്. Then മെസ്സേജിൽ യാതൊരു ഓൾട്ടറേഷനും പറ്റിയിട്ടില്ല. Today we are going to discuss another term related to digital signature, that is digital signature standard. നമ്മൾ ആക്ച്വലി ഇവിടെ എന്താ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ? സോ ഇവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ട്രാൻസ്മിഷനിൽ വി യൂസ് സം ഡിജിറ്റൽ സിഗ്നേച്ചർ സ്റ്റാൻഡേർഡ്. ഓക്കെ, സോ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ടു പ്രൊഡ്യൂസ് ദി ഡിജിറ്റൽ സിഗ്നേച്ചർ. ഓക്കെ, ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡിൽ ഒരു അൽഗോരിതം യൂസ് ചെയ്യും, ദാറ്റ് ഈസ് ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതം. ഓക്കെ, സോ ഈ അൽഗോരിതം ദെൻ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യും based on some algorithm, and the receiver സൈഡിൽ ആ പെർട്ടിക്കുലർ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടി അനദർ വേറൊരു അൽഗോരിതം യൂസ് ചെയ്യും. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ അൽഗോരിതം ഇറ്റ്സ് ഓൺലി യൂസ്ഡ് ഫോർ ദ ഡിജിറ്റൽ സിഗ്നേച്ചർ ഫംഗ്ഷൻ ആൻഡ് കനോട്ട് ബി യൂസ്ഡ് ഫോർ എൻക്രിപ്ഷൻ ഓർ കീ എക്സ്ചേഞ്ച്. സോ ഇൻ ദിസ് സ്റ്റാൻഡേർഡ്, ഈ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ സ്റ്റാൻഡേർഡിലെ കേസിൽ നമ്മൾ ഹാഷ് വാല്യൂ ഏതൊരു മെസ്സേജ് ആണെങ്കിലും ഫസ്റ്റ് എന്ത് ചെയ്യും, പെർട്ടിക്കുലർ മെസ്സേജിൻ്റെ ഒരു ഹാഷ് വാല്യൂ ക്രിയേറ്റ് ചെയ്യും. സോ ഈ ഒരു പെർട്ടിക്കുലർ ഹാഷ് വാല്യൂവിനെ എൻക്രിപ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെയാണ് എന്തൊരു ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ സ്റ്റാൻഡേർഡിൻ്റെ കേസിൽ ഈ പെർട്ടിക്കുലർ ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അൽഗോരിതം യൂസ് ചെയ്യും, ദാറ്റ് ഈസ് ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതം. Okay, and message plus this value sent to the receiver side. So from the receiver side, first and the message in the hash value create ചെയ്യും. Then ഇവിടെ എന്തെങ്കിലും വെരിഫിക്കേഷൻ അൽഗോരിതം ഉണ്ട് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡിൻ്റെ കേസിൽ. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും.
സോ ഈ ഒരു കേസിൽ ഹാഷ് വാല്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് SHA-1 അൽഗോരിതാണ് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക. ഡിജിറ്റൽ സിഗ്നേച്ചർ ജനറേഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. സോ ഹിയർ DSS use an algorithm that is designed to provide only the digital signature function. It cannot be used for encryption or key exchange. Then it uses SHA-1 for generating hash value. അപ്പോൾ നമുക്കറിയാം ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 2 അപ്രോച്ചസ് ഉണ്ട്. ഓൾറെഡി നമ്മളൊരു അപ്രോച്ചസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ പറയും RSA അപ്രോച്ച്. സോ see this figure here, M is the first calculate the hash value. നമ്മൾ ഹാഷ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ഈസ് ഒരു ഹാഷ് വാല്യൂനെ എൻക്രിപ്റ്റ് ചെയ്യും യൂസിങ് സെൻഡേഴ്സ് പ്രൈവറ്റ് കീ. ഓക്കെ, സോ ഇവിടെയാണ് എന്ത് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ആവുന്നത്. ബിക്കോസ് ഈ പെർട്ടിക്കുലർ സെൻഡറിന് മാത്രമേ അതിൻ്റെ പ്രൈവറ്റ് കീ അറിയൂ. ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്തു, അതായത് സെൻഡർ അതിൻ്റെ മെസ്സേജിനൊരു ഡിജിറ്റലി സൈൻ ചെയ്തു. ദെൻ ഈ പെർട്ടിക്കുലർ മെസ്സേജും ഈ എൻക്രിപ്റ്റഡ് വാല്യൂം സെൻഡ് ടു ദി റിസീവർ സൈഡ് അല്ലേ. ദെൻ റിസീവർ സൈഡ് എന്ത് ചെയ്യും, അവിടെ മെസ്സേജ് ഉണ്ടാവും, ദെൻ ഒരു എൻക്രിപ്റ്റഡ് വാല്യൂ ഉണ്ടാവും. റിസീവർ സൈഡ് എന്താ, ഫസ്റ്റ് ദ സെയിം ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഈ മെസ്സേജിനൊരു ഹാഷ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഇവിടുന്ന് എന്താണ് എൻക്രിപ്റ്റ് ചെയ്ത വാല്യൂ ആണ്. ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്യും. സോ എങ്ങനെ ഡീക്രിപ്റ്റ് ചെയ്യും, എൻക്രിപ്റ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു, യൂസർ അല്ലെ സെൻഡർ പ്രൈവറ്റ് കീ ആണ്. സോ എങ്ങനെ ഡീക്രിപ്റ്റ് ചെയ്യാം, സെൻഡർ പബ്ലിക് കീ വെച്ചിട്ട് ഡീക്രിപ്റ്റ് ചെയ്യാം. ദെൻ കമ്പയർ ദിസ് ബോത്ത് വാല്യൂ കമ്പയർ ചെയ്യും. ഇതാണ് ഇതുവരെ നമ്മൾ പഠിച്ച അപ്രോച്ചസ് ടു ജനറേറ്റ് ഡിജിറ്റൽ സിഗ്നേച്ചർ. The second approaches is digital signature standard. ഞാൻ പറഞ്ഞു ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ സ്റ്റാൻഡേർഡ്. സോ ഈ ഒരു അപ്രോച്ചസിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം ഡിജിറ്റൽ സിഗ്നേച്ചർ. സോ ഹിയർ ഇസ് അവർ മെസ്സേജ് എം. സെയിം ഫസ്റ്റ് എന്ത് ചെയ്യും, ഹാഷ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ഹിയർ ഹാഷ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വി യൂസ് ദ അൽഗോരിതം SHA-1. ഓക്കെ, ദെൻ ദിസ് പാർട്ട്, ഈ ഒരു പാർട്ടാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു അൽഗോരിതം നിങ്ങൾ പഠിക്കും. ജസ്റ്റ് ഇവിടെ ഒരു അൽഗോരിതം വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യും. സോ ഇവിടെ നമ്മൾ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും അല്ല യൂസ് ചെയ്യുന്നത്, ഒരു സം ഫംഗ്ഷൻ ആണ്, ഒരു അൽഗോരിതമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഒരു അൽഗോരിതത്തിന് ഇവിടെ 4 ഇൻപുട്ട് കാണാം. ദ ഫസ്റ്റ് ഇൻപുട്ട് ഈസ് PRA. PRA മീൻസ് സെൻഡേഴ്സ് പ്രൈവറ്റ് കീ. ഓക്കെ, ആൻഡ് ഹിയർ H എന്ന് പറഞ്ഞാൽ എന്താ, ഹാഷ് വാല്യൂ ആയിരിക്കും അല്ലേ, H(m). ദെൻ കീ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഓരോ മെസ്സേജിനും എന്താ സെൻഡർ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ക്രിയേറ്റ് ചെയ്യും, ദാറ്റ് ഈസ് K. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് PUG മീൻസ് ഗ്ലോബൽ പബ്ലിക് കീ. ഇതൊരു ഗ്ലോബൽ പബ്ലിക് കീ ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിക്കേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ യൂസേഴ്സും ഷെയർ ചെയ്യുന്ന സം കീസ് ഉണ്ട്. ഇതൊരു കീ അല്ല, സെറ്റ് ഓഫ് കീ ആയിരിക്കും. സോ PUG എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ പബ്ലിക് കീ ആണ്. ഓക്കെ, ഇതായിരിക്കും പെർട്ടിക്കുലർ ഫംഗ്ഷന്റെ ഇൻപുട്ട്. സോ ആഫ്റ്റർ ദിസ് ഈ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ പ്രോസസ്സ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായിരിക്കും, ഒരു വാല്യൂ കിട്ടും. അതാണ് ആ പെർട്ടിക്കുലർ മെസ്സേജിന് സൈൻ ചെയ്യുന്ന വാല്യൂ. ദിസ് ഇസ് എ സൈനിങ് പ്രോസസ് എന്ന് പറയാം. It's a signing process. It consists of 4 input, that is PRA, PUG, H and K. Okay, so digital signature create ചെയ്തു. Then message plus the signature sent to the receiver side. So the receiver എന്ത് കിട്ടും, മെസ്സേജ് കിട്ടും.
Then actually ഇവിടെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സപ്പോസ് here X is a digital signature. So ഇതിന് രണ്ട് പാർട്ട് ഉണ്ടാവും, ദാറ്റ് ഈസ് എസ് ആൻഡ് ആർ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്രിയേറ്റ് ചെയ്യുന്ന ഡിജിറ്റൽ സിഗ്നേച്ചറിന് രണ്ട് പാർട്ട് ഉണ്ടാവും, ദാറ്റ് ഈസ് എസ് ആൻഡ് ആർ. ഓക്കെ, ദെൻ റിസീവർ സൈഡിൽ ഫസ്റ്റ് ഇറ്റ് കാൽക്കുലേറ്റ് ദി ഹാഷ് വാല്യൂ. ഓക്കെ, ഹാഷ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു h of m. Then we can see that here a function verify, that is a verification, അതായത് ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്ത സിഗ്നേച്ചർ കറക്റ്റ് ആണുള്ള വെരിഫിക്കേഷൻ പ്രോസസ്സ് ഇവിടെ ഉണ്ട്. സോ ഇവിടെ എന്തൊക്കെയായിരിക്കാം ഇൻപുട്ട്? ഫസ്റ്റ് വൺ PUA, ദാറ്റ് മീൻസ് നമ്മൾ സൈൻ ചെയ്യുമ്പോൾ ഇവിടെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് സൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വെരിഫൈ ചെയ്യുമ്പോൾ എന്തായിരിക്കണം? ആ പെർട്ടിക്കുലർ സെൻഡറിൻ്റെ പബ്ലിക് കീ വേണം. Okay, that is PUA. The next PUG, that global keys. Okay, then H of M, then ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിഗ്നേച്ചറിന് രണ്ട് പാർട്ട് ഉണ്ട്, എസ് ആൻഡ് ആർ. സോ ഇതായിരിക്കും നെക്സ്റ്റ് ഇൻപുട്ട്. ദെൻ ആർ ഓൾസോ. സോ ഇത്രയും 5 ഇൻപുട്ട് വെച്ചിട്ട് ഇതെന്ത് ചെയ്യും? ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് വെരിഫിക്കേഷൻ ആണ്. ഒരു വാല്യൂസെ പി എന്ന് പറഞ്ഞ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ദ നെക്സ്റ്റ് കമ്പയർ ചെയ്യണമല്ലോ, ഈ ആർ വാല്യൂ, അതായത് ഡിജിറ്റൽ സിഗ്നേച്ചറിൽ ഒരു പാർട്ടായ ആറിൻ്റെ വാല്യൂവും വിയുടെ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യും. ഓക്കെ, ഇസ് ഇറ്റ് സെയിം? ഇറ്റ്സ് മീൻ ദാറ്റ് ദ സിഗ്നേച്ചർ ഈസ് വെരിഫൈഡ് ഓർ വാലിഡ്. സോ ഇങ്ങനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ സ്റ്റാൻഡേർഡിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ സൈനിങ് അൽഗോരിതം, വെരിഫൈയിങ് അൽഗോരിതം പഠിക്കും. ഇതുവരെ ഓക്കെയാണോ ബേസിക് കോൺസെപ്റ്റ്? Is this clear? ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് ഡിജിറ്റൽ സിഗ്നേച്ചർ സ്റ്റാൻഡേർഡ്. സോ ആ പെർട്ടിക്കുലർ ഫിഗർ എല്ലാവർക്കും ക്ലിയർ ആണോ? അഖിൽ, അനഘ, അഞ്ജലി, അഞ്ജിത, കാർത്തിക്, കീർത്തന, മസ്ന, റൈസ, റസാന. നിങ്ങളുടെ ക്ലാസ് ടൈം 9:30 ആണ്. പലരും ഇപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത്. ഇത് ഓക്കെയാണ് എല്ലാവർക്കും? ഒന്ന് റിപ്ലൈ തന്നെ. നെക്സ്റ്റ് ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതം ഡിസ്കസ് ചെയ്യാം. സോ ഈ അൽഗോരിതത്തിന് രണ്ട് പാർട്ട് ഉണ്ട്. ഒന്ന് സൈനിങ് പാർട്ട് ആൻഡ് വെരിഫൈയിങ് പാർട്ട്. ഓക്കെ, ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന പാർട്ടാണ് സൈനിങ് പാർട്ട്, ആൻഡ് ദ ഡിജിറ്റൽ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യുന്ന പാർട്ടാണ് വെരിഫൈയിങ് പാർട്ട്. സോ ഫസ്റ്റ് വേണ്ടത്, നിങ്ങളൊരു ഡയഗ്രത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു PUG മീൻസ് ഗ്ലോബൽ പബ്ലിക് കീ. ഓക്കെ, ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ യൂസേഴ്സും ഒരു ഗ്ലോബൽ പബ്ലിക് കീ ഷെയർ ചെയ്യണം. ഓക്കെ, സോ ഇൻ ദിസ് അൽഗോരിതം ദർ ആർ 3 ഗ്ലോബൽ പബ്ലിക് കീ, അതായത് 3 വാല്യൂസ് ഉണ്ട്. ഇതാണ് ഗ്ലോബൽ പബ്ലിക് കീ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ PQG. Okay, so P എന്ന് പറയുന്നത് is a prime number. It's a prime number. So അതിൻ്റെ bit length is between 512 and 1024 bits. എത്ര ആലോചിക്കുക? 3 കമ്പോണൻസ് ഉണ്ട് ഗ്ലോബൽ പബ്ലിക് കീയിൽ.
that is PQG. P is a prime number and its bit length is between 512 and 1024. And the next component is Q. Q is a again prime number and its bit length of 160 bit. Okay, and the third component G. G equal to H of P minus 1 divided by Q mod P. G equal to H of P minus 1 divided by Q mod P. So here H is any integer between 1 to P minus 1. Okay, so first ഈ global public key components select here, that is P, Q and G. So the next വേണ്ടത് from the sender side ഒരു private key select ചെയ്യണം. Okay, so here X is a private key. It's a random pseudo-random integer between 0 to Q. So Q എന്ന് പറയുന്നത് എന്താ? It is a global public components. Okay. First user എന്ത് ചെയ്യുന്നു? ഒരു private key select ചെയ്യാണ്. Then next user എന്താ? അതിന്റെ public key generate ചെയ്യുന്നു. Okay. So the equation is y equal to g raised to x mod p. Okay. So x is a private key and y is a public key. Then next കെയുടെ വാല്യൂ സെലക്ട് ചെയ്യണം. കെ എന്ന് പറയുന്നത് ഓരോ മെസ്സേജിനും സെൻഡർ എന്ത് ചെയ്തു? ഒരു സീക്രട്ട് നമ്പർ ജനറേറ്റ് ചെയ്യുന്നു. ഒരു സീക്രട്ട് നമ്പർ ജനറേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ കെ. അപ്പോൾ കെയുടെ വാല്യൂ എന്താ? സെലക്ട് ചെയ്യുക. ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 0 to Q. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ഗ്ലോബൽ പബ്ലിക് കീ കോമ്പോണൻസ് സെലക്ട് ചെയ്യുക. ദെൻ സെൻഡർ സൈഡിൽ സെൻഡർ എന്നതിൽ ഫസ്റ്റ് അതിൻ്റെ പ്രൈവറ്റ് കീ ചൂസ് ചെയ്യുക. ദെൻ ഫ്രം പ്രൈവറ്റ് കീ കാൽക്കുലേറ്റ് ദ പബ്ലിക് കീ. ദെൻ സെലക്ട് എ സീക്രട്ട് നമ്പർ ദാറ്റ് ഈസ് കെ. ഇറ്റ് ഷുഡ് ബിറ്റ്വീൻ 0 to Q. നെക്സ്റ്റ് സൈനിങ് അൽഗോരിതം. സോ നിങ്ങൾക്കറിയാം DSSൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്താൽ രണ്ട് പാർട്ട് ഉണ്ടാകും, ദാറ്റ് ഈസ് ആർ ആൻഡ് എസ്. സോ എസിൻ്റെ ഇക്വേഷൻ, ആർ ആൻഡ് എസിൻ്റെ ഇക്വേഷൻ ആണ് ആർ ഈക്വൽ ടു ജി റേസ് ടു കെ മോഡ് പി മോഡ് ക്യൂ. അതായത് എന്തായാലും പഠിക്കണം ഇക്വേഷൻ. ആറിൻ്റെ ഇക്വേഷൻ എന്താ? ജി റേസ് ടു കെ മോഡ് പി മോഡ് ക്യൂ. ദെൻ ഫസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ആറാണ്. ജി പി ക്യൂ എന്ന് പറയുന്നത് ഗ്ലോബൽ പബ്ലിക് എലമെന്റ്സ് ആണ്. കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ, ഒരു സീക്രട്ട് നമ്പർ ആണ്. സെൻഡർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സീക്രട്ട് നമ്പർ ആണ് കെ. നെക്സ്റ്റ് കാൽക്കുലേറ്റിംഗ് എസ്. എസ് ഈക്വൽ ടു കെ ഇൻവേഴ്സ്, ദാറ്റ് മീൻസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് കെ ഇൻറ്റു എച്ച് ഓഫ് എം പ്ലസ് എക്സ് ഇൻറ്റു ആർ മോഡ് ക്യൂ. ഓക്കെ, സോ കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. എച്ച് ഓഫ് എം മീൻസ് പെർട്ടിക്കുലർ മെസ്സേജിന്റെ ഹാഷ് വാല്യൂ പ്ലസ് എക്സ്, എക്സ് ഇൻറ്റു ആർ അല്ലേ. എക്സ് എന്താ? എക്സ് ഈസ് എ പ്രൈവറ്റ് കീ ഓഫ് ദി സെൻഡർ. ദെൻ ആർ എന്ന് പറയുന്നത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ, ദെൻ മോഡ് ക്യൂ. ഓക്കെ, ദിസ് ഇസ് എ സൈനിങ് അൽഗോരിതം. നമുക്കിത് ഫിഗർ നോക്കാം. This is the sender and this is the receiver. This is your given message in. First എന്ത് വേണം? സെൻഡറിന് ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഹാഷ് വാല്യൂ, പെർട്ടിക്കുലർ മെസ്സേജിൻ്റെ ഹാഷ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുക. സോ ഇവിടെ യൂസ് ചെയ്യുന്നത് SHA-1. ഓക്കെ, ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ട് പാർട്ട് ഉണ്ട്, ദാറ്റ് ഈസ് എസ് ആൻഡ് ആർ, റൈറ്റ്?
സോ അതിന് വേണ്ടി ഞാൻ എന്തെങ്കിലും രണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്, F2 ആൻഡ് F1. F2 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ is used for creating R and F1 is used for creating S. Okay, so ആറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? e raised to k mod p mod q, right? e raised to k mod p mod q. So ഈ പെർട്ടിക്കുലർ F2 ന്റെ ഇൻപുട്ട് ഏതൊക്കെയായിരിക്കാം? p വേണം, q and g, then this constant value k. Okay, so calculate ചെയ്യുന്നു the function. It will take the 4 input, that is p, q, g and k. It will produce the value that is r. Then next എന്താ ക്രിയേറ്റ് ചെയ്യേണ്ടത്? s അല്ലേ ക്രിയേറ്റ് ചെയ്യേണ്ടത്, that is ഒരു ഫംഗ്ഷൻ ആണ് f1. So s ക്രിയേറ്റ് ചെയ്ത ഇക്വേഷൻ എന്താ? k inverse h of n plus xr mod q. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരിക്കാം ഇവിടുത്തെ ഇൻപുട്ട്? എക്സ് ആയിരിക്കും അല്ലെ. എക്സ് എന്ന് പറയുന്നത് സെൻഡേഴ്സ് പ്രൈവറ്റ് കീ ആൻഡ് ദ ക്യൂ ഗ്ലോബൽ പബ്ലിക് കോമ്പോണന്റ് ആണ്. ദെൻ ആർ ഉണ്ട് അല്ലേ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആറിൻ്റെ ഇവിടെ ഒരു ലൈൻ വരച്ചു. ദെൻ കെ ഉണ്ട് ഇൻപുട്ട് ആയിട്ട്. ദെൻ ദിസ് ഹാഷ് വാല്യൂ. സോ ഇവിടെ F1 എന്ന് പറഞ്ഞ ഫംഗ്ഷന് 5 ഇൻപുട്ട് ഉണ്ട്, ദാറ്റ് ഈസ് എക്സ്, ക്യൂ, ആർ, കെ and h. Then this will compute the process and will get the result, that is s. So digital signature ഇവിടെ create ചെയ്ത്, that is r and s. Then message ന്റെ കൂടെ append ചെയ്തിട്ട് ആർക്ക് സെൻഡ് ചെയ്യുന്നു? the receiver side സെൻഡ് ചെയ്യും. റിസീവർ എന്ത് ചെയ്യും? റിസീവ് ചെയ്യുന്നു, that is m dash s dash r dash. ഒന്നുമില്ല, സെയിം മെസ്സേജ് തന്നെയാണ്, ജസ്റ്റ് ഡാഷ് വെച്ച് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ദെൻ റിസീവർ സൈഡിൽ ഫസ്റ്റ് എന്ത് ചെയ്യും? ഇറ്റ് കാൽക്കുലേറ്റ് ദ ഹാഷ് വാല്യൂ. ദ സെയിം ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഹാഷ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ വെരിഫിക്കേഷൻ അൽഗോരിതം ആണ്. സോ ദിസ് ഇസ് എ വെരിഫിക്കേഷൻ അൽഗോരിതം. സോ ഫസ്റ്റ് വേണ്ടത് ഒരു w എന്ന് പറയുന്ന വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. w ഈക്വൽ ടു s ഡാഷ് ഇൻവേഴ്സ് മോഡ് q. Then it calculate the two value u1 and u2. u1 equal to h of m dash. Calculate the hash and w mod q. Then calculating the value of u2 equal to r dash w mod q. So receive ചെയ്ത r നമ്മൾ ജസ്റ്റ് r dash എന്നായിട്ട് ഡിനോട്ട് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. r dash q mod r dash w mod q. Okay, then calculating the value v. So v equal to g raised to u1. u1 ന്റെ വാല്യൂ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് y raised to u2 mod p mod q. ഓക്കെ, ഇപ്പൊ g എന്ന് പറയുന്നത് ഗ്ലോബൽ വേരിയബിൾ ആണ്. ആൻഡ് y എന്ന് പറയുന്നത് എന്താണ്? യൂസറിന്റെ സെൻഡറിന്റെ പബ്ലിക് കീ. ആൻഡ് mod p mod q. p and q എന്ന് പറയുന്നത് ഗ്ലോബൽ പബ്ലിക് എലമെന്റ്സ്. ദെൻ v യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. Next, compare the value of v and r dash. രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താ? സിഗ്നേച്ചർ ഈസ് വെരിഫൈഡ് ആൻഡ് വാലിഡ്. ജസ്റ്റ് ഒന്ന് ഫിഗർ നോക്കാം. ഫസ്റ്റ് എന്താണ്? എച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ, ഹാഷ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാണ്. ദെൻ ഇവിടെ എന്താണ്? വി എന്ന് പറഞ്ഞ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. സോ വി എന്ന് പറഞ്ഞ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് എന്തൊക്കെ? w, u1, u2 ഇത്രയും ടേംസ് ഇവിടെ ഫൈൻഡ് ചെയ്യുന്നത്. ഈ f4 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ദാറ്റ് വിൽ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് v. സോ എന്തൊക്കെയായിരിക്കാം ഇതിന്റെ ഇൻപുട്ട്? എന്തൊക്കെയായിരിക്കാം ഇൻപുട്ട്? g വേണം, y,
P, Q, then U1 means R dash W mod Q. R input ആണ്, W input ആണ്. Then U2 എന്ന് പറയുന്നത് എന്താ, H of M dash W mod Q. അപ്പോൾ എന്താ, ഈ ഹാഷ് ഇൻപുട്ട് ആണ്. ഓക്കെ, സോ ഈ F4ന്റെ ഇൻപുട്ട് എന്താ, Y, Q, G, this hash value. Then ഇവിടെ നിങ്ങൾക്കൊരു ഫംഗ്ഷൻ കാണാം, F3. F3 means the W കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് F3. സോ W എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, S dash ഇൻവേഴ്സ് മോഡ് Q അല്ലേ. സോ F3യുടെ ഇൻപുട്ട് എന്തൊക്കെയാണ്, S dash Q. സോ എന്ത് ചെയ്യും, ഇവിടെ ഒരു W ക്രിയേറ്റ് ചെയ്യും. ഈ W എന്താ, F4ന്റെ ഇൻപുട്ട് ആണ്. Then എന്തൊക്കെയായിരുന്നു ഇൻപുട്ട്, Y, Q, G, H, W and R dash. Then this function will produce works and create a value V. Okay, then compare R1 and V. So ഇത് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും, ഡിജിറ്റൽ സിഗ്നേച്ചർ വാലിഡ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ കറക്റ്റ് സെൻഡർ തന്നെയാണ് മെസ്സേജ് സെൻഡ് ചെയ്തത്. ആൻഡ് മെസ്സേജിനൊരു ഓൾട്ടറേഷനും പറ്റിയിട്ടില്ല. ഇതൊക്കെയാണോ ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതം. നിങ്ങൾ ആ ഫിഗർ എന്തായാലും പഠിക്കണം. ദെൻ ഓരോ ഫംഗ്ഷൻ്റെയും ഇൻപുട്ട് എന്താണെന്ന് പഠിക്കുക, ആ ഇക്വേഷൻ എന്തായാലും പഠിക്കുക. Is this clear? Digital signature algorithm has the two parts, that is signing and verifying. സൈനിങ് പാർട്ടിൽ എന്താ, ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. സോ അൽഗോരിതത്തിൽ ഫസ്റ്റ് വേണ്ടത് എന്താ, ഗ്ലോബൽ അല്ലെ പബ്ലിക്. ഫസ്റ്റ് എന്താ വേണ്ടത്, ഒരു പബ്ലിക് എലമെന്റ്സ് വേണം, ദാറ്റ് ഈസ് പി ക്യു. എന്തൊക്കെയാണ്, പി ക്യു ആർ അല്ലെ. ദെൻ സെൻഡർ സൈഡിൽ ഫസ്റ്റ് എന്ത് ചെയ്യാം, ഒരു പ്രൈവറ്റ് കീ ചൂസ് ചെയ്യാണ്. ദെൻ ഫ്രം പ്രൈവറ്റ് കീ പബ്ലിക് കീ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഒരു കോൺസ്റ്റന്റ് വാല്യൂ കെ ചൂസ് ചെയ്യുക. ഓരോ മെസ്സേജിനും സെൻഡർ എന്താ, ഒരു ന്യൂ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ സൈനിങ് അൽഗോരിതം. സോ ഇവിടെ എന്താ, സൈനിങ് അൽഗോരിതം ചെയ്താൽ നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ രണ്ട് പാർട്ട് ഉണ്ടാവും, ദാറ്റ് ഈസ് എസ് ആൻഡ് ആർ. ദെൻ മെസ്സേജും ദിസ് എസ് ആൻഡ് ആറും ആർക്ക് സെൻഡ് ചെയ്യുന്നു, റിസീവർ സൈഡിൽ സെൻഡ് ചെയ്യാണ്. അപ്പോൾ റിസീവർ സൈഡിൽ വെരിഫിക്കേഷൻ അൽഗോരിതം ഉണ്ടാവും. ഫസ്റ്റ് മെസ്സേജിൽ നിന്ന് ഹാഷ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ഒരു വെരിഫിക്കേഷൻ അൽഗോരിതം, അത് കുറേ ഇൻപുട്സ് ഉണ്ട്. ദെൻ ഫൈനൽ എന്ത് ചെയ്യും, വെരിഫിക്കേഷൻ അൽഗോരിതം കഴിഞ്ഞാൽ അവിടെ ഒരു value generated, that is the V. Then receiver compare this V and received R value. Then equal ആണെങ്കിൽ എന്തായിരിക്കും, signature is valid. Okay ആണോ, any doubt?
നിനക്ക് ഓക്കെ ആണോ? റെയ്സ, റസാന, റോഷൻ, സഹല, പ്രണവ്, അഖിൽ, അനഘ,